നമസ്കാരം. ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസത്തിലുള്ള ജ്യോതിഷ പ്രവചനങ്ങളാണ്. ഖനനം, അതായത് ഖനി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സാമ്പത്തിക ഗുണങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നതായി കാണുന്നു. അതുപോലെ ഭൂമിയിൽ നിന്ന്, അതായത് ഇപ്പം ഖനികളെന്ന് ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഭൂമിയിൽ നിന്ന് ധാതുക്കളും രത്നങ്ങളും പാറക്കല്ല് ഇവയെല്ലാം, പിന്നെ ഓയിൽ, കൽക്കരി ഇവയെല്ലാം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ട്രാൻസ്മിഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഇരുമ്പ്, സ്റ്റീൽ വ്യാപാരം നടത്തുന്നവർക്കും ഈ കുംഭമാസത്തിൽ വളരെയധികം സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ക്രിമിനൽ കേസുകൾ വാദിക്കുന്ന അഭിഭാഷകർക്ക് ധാരാളം സാമ്പത്തിക ഗുണങ്ങൾ ഈ മാസം ലഭിക്കുന്നതാണ്. മനഃശാസ്ത്രജ്ഞന്മാർക്കും പല രീതിയിലുള്ള ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. കൗൺസിലിംഗ് നടത്തുന്നവർക്കും ഏറെ സാമ്പത്തിക ഗുണങ്ങൾ ഈ മാസം ലഭിക്കുന്നതാണ്. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ശാസ്ത്രജ്ഞന്മാർക്ക് ഉന്നത പദവിയും ധനലാഭവും ലഭിക്കുന്നതാകുന്നു. ന്യൂമറോളജിസ്റ്റുകൾക്കും ഏറെ ഗുണകരം ആയിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. സ്റ്റാറ്റിസ്റ്റീഷ്യന്മാർക്ക് മെച്ചപ്പെട്ട വർക്കുകൾ ലഭിക്കാം. അതുവഴി സാമ്പത്തിക നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. ഫോട്ടോഗ്രാഫി തൊഴിലായവർക്കും ഗുണകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിഷ്വൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗ്രാഫിക് ഡിസൈനർമാർക്കും വളരെ നേട്ടങ്ങൾ ഈ കുംഭമാസത്തിൽ അവർക്ക് പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അനിഴം വളരെയധികം നേട്ടങ്ങളുള്ള നക്ഷത്രമാകുന്നു. ആയതിനാൽ മേൽപ്പറഞ്ഞ തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നതാകുന്നു. അടുത്ത് ഞാൻ ഇനി പ്രവചിക്കാൻ പോകുന്നത് മോശഫലങ്ങളെക്കുറിച്ചാണ്. ദേഹത്തും വായിലും മൂക്കിലും കണ്ണിലും ഒക്കെ പുണ്ണു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചതവ് മൂലമോ കത്തി കൊണ്ടോ മുറിവുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രക്തം സംബന്ധിച്ച് അണുക്കൾ കൂടുതലായതിനാൽ, അതായത് അണുക്കൾ രക്തത്തിൽ കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യുന്നതിനാൽ അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മേലധികാരികളിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നും ഉപദ്രവങ്ങളും ഭീഷണിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിപൂർവം കാര്യങ്ങൾ നീങ്ങുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിരോധം വരാനും അതുമൂലം പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പല രീതിയിലും ധനനഷ്ടവും മനോദുഃഖങ്ങളും വന്നേക്കാം. എന്ത് ഗുണഫലമുണ്ടെങ്കിലും അനുഭവിക്കാൻ യോഗമല്ലാത്തൊരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ഒരു ഇതായിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധിച്ച് നീങ്ങുക. ഭദ്രകാളി ദേവിയെയും വീരഭദ്രസ്വാമിയെയും ശരണം പ്രാപിക്കുക. കാലഭൈരവസ്വാമിയെയും മഹാകരിങ്കാലസ്വാമിയെയും കൂടി പൂജിക്കുന്നത് നല്ലതായിരിക്കും. വെള്ളിയാഴ്ച തോറും പൂജിക്കുക. വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ മോശാവസ്ഥയെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെയുള്ള ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.